നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ താഴെ കൊടുക്കുന്നതാണ്. അത് പോയി അത് കാണാൻ ശ്രമിക്കുക. ഇത് നമ്മൾ ഇൻ്റർഫേസിനെ കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ മനസ്സിലായിക്കഴിഞ്ഞാൽ തുടർന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വ്യൂ പോർട്ട് മാക്സിമൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ചാണ്. വ്യൂ പോർട്ട് മാക്സിമൈസ് ചെയ്യാനായിട്ട് ഈ കോർണറിൽ വലതുവശത്തുള്ള ഈ കോർണറിലുള്ള ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വ്യൂ പോർട്ടാണോ ആക്റ്റീവ് ആയിരിക്കുന്നത് ആ ആക്റ്റീവിനെ നമുക്ക് മാക്സിമൈസ് ആയിട്ട് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മിനിമൈസ് ആവും. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു മെത്തേഡ് Alt W പ്രസ് ചെയ്യാം. അതുപോലെ തന്നെ Alt W തിരിച്ച് പ്രസ് ചെയ്താൽ അത് മിനിമൈസ് ആകുന്നതായിരിക്കും. ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇതിനെ നമ്മൾ ഒരു വ്യൂ പോർട്ട്, നമ്മൾ ആദ്യത്തെ വ്യൂ പോർട്ട്, രണ്ടാമത്തെ വ്യൂ പോർട്ട്, ഇത് മൂന്നാമത്തെ വ്യൂ പോർട്ട്, ഇത് നാലാമത്തെ വ്യൂ പോർട്ട്. നമുക്ക് മൊത്തത്തിൽ 4 വ്യൂ പോർട്ടാണ് ഇവിടെ ഉള്ളത്. നമുക്ക് 4ൽ കൂടുതൽ വ്യൂ പോർട്ടുകളും പല രീതിയിൽ പല സൈസിൽ നമുക്ക് വ്യൂ പോർട്ടിനെ ഇവിടെ അറേഞ്ച് ചെയ്യാൻ കഴിയും. അതിനുവേണ്ടി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലസ് സൈനിൽ ക്ലിക്ക് ചെയ്യുക, കോൺഫിഗർ വ്യൂ പോർട്ട് എന്നുള്ള ഓപ്ഷനിൽ പോവുക, അതിനുശേഷം ലേഔട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ 14-15 രീതിയിൽ നമുക്ക് വ്യൂ പോർട്ടിനെ അറേഞ്ച് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ആക്ടിവേറ്റ് ആയിരിക്കുന്ന ഈ വ്യൂ പോർട്ടിന്റെ ഈ ഭാഗമാണ്. അതായത് നമുക്ക് 4 വ്യൂ പോർട്ട്, ഒരു ഈക്വൽ സൈസിലുള്ള 4 വ്യൂ പോർട്ടായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് ഇത് ഇടത്തെ വശത്ത് വലിയ വ്യൂ പോർട്ടും റൈറ്റ് സൈഡിലുള്ള ചെറിയ 2 വ്യൂ പോർട്ടുകളായി നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. അതിനായി അതിൽ ക്ലിക്ക് ചെയ്യുക, അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. നമ്മുടെ ഇടത് സൈഡിലുള്ളത് വലിയ വ്യൂ പോർട്ടും വലത് സൈഡിൽ കാണുന്ന 2 ചെറിയ വ്യൂ പോർട്ടുകളുമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു. വീണ്ടും നമുക്ക് വേറെ ഒരു വ്യൂ പോർട്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഈ പ്ലസിൽ ക്ലിക്ക് ചെയ്യുക, കോൺഫിഗർ വ്യൂ പോർട്ടിൽ പോവുക, അതിനുശേഷം ഏത് വ്യൂ പോർട്ടാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് ഓക്കെ ചെയ്യുക. എനിക്ക് വീണ്ടും പഴയ വ്യൂ പോർട്ടിലേക്ക് തന്നെ പോകണം. ആ വ്യൂ പോർട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു, അപ്ലൈ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. നമ്മുടെ ആദ്യം കിടന്ന വ്യൂ പോർട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോയിരിക്കുകയാണ്. അടുത്തതായി നമ്മൾ മാക്സിമൈസ് ചെയ്യുന്നു, മാക്സിമൈസ് ചെയ്ത് വെക്കുകയാണ്. നമുക്ക് ഇനി പറയാനുള്ളത്, നമ്മൾ വ്യൂ പോർട്ട് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് പറയാനുള്ളത് കമാൻഡ് പാനലിനെ കുറിച്ചാണ്. ഇതാണ് നമ്മുടെ കമാൻഡ് പാനൽ എന്ന് പറയുന്നത്. നമുക്ക് വേണ്ട എല്ലാ കമാൻഡുകളും നമ്മൾ ഈ കമാൻഡ് പാനലിൽ നിന്നാണ് എടുക്കുന്നത്. ഈ കമാൻഡ് പാനലിനെ ചില സമയത്ത് നമുക്ക് ഇവിടെ കമാൻഡ് പാനൽ കാണാൻ ഇല്ലാതെ വരും. അപ്പോൾ കസ്റ്റമൈസിൽ പോവുക, ഷോ യുഐയിൽ പോവുക, ഷോ കമാൻഡ് പാനൽ, ഇവിടെ ടിക്ക് ഓണായി കിടന്നെങ്കിൽ മാത്രമേ ഇവിടെ കമാൻഡ് പാനൽ കാണിക്കുകയുള്ളൂ. ഈ ടിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമാൻഡ് പാനൽ ഹൈഡ് ആയി പോകുന്നതായിരിക്കും. വീണ്ടും കമാൻഡ് പാനൽ തിരിച്ചെടുക്കാനായിട്ട് കസ്റ്റമൈസിൽ പോവുക, ഷോ യുഐയിൽ പോവുക, ഷോ കമാൻഡ് പാനൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമാൻഡ് പാനൽ തിരിച്ചു വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സൈഡിലേക്ക് കമാൻഡ് പാനലിനെ മാറ്റി വെക്കാൻ കഴിയും. ഇതിപ്പം കമാൻഡ് പാനൽ റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡിൽ വേണമെങ്കിൽ കൊണ്ടുവരാം. ഇവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ടിക്ക് ഓഫ് ചെയ്താലും കമാൻഡ് ലൈൻ ഓഫായി പോകുന്നതായിരിക്കും. വീണ്ടും കമാൻഡ് പാനൽ എടുക്കുന്നതിനായിട്ട് കസ്റ്റമൈസിൽ പോവുക, ഷോ യുഐയിൽ പോവുക, ഷോ കമാൻഡ് പാനൽ എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്യുക. ഇങ്ങനെയാണ് കമാൻഡ് പാനൽ എടുക്കുന്നത്. വീണ്ടും നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മൾ ഫ്ലോട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടാനുസരണം മാറ്റി എവിടെ വേണമെങ്കിലും ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും കൊണ്ടുവെക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡോക്ക് ലെഫ്റ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് മാറിപ്പോകുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഡോക്ക് റൈറ്റ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് കുഴപ്പമില്ലാതെ നമ്മൾ വെച്ചിരുന്ന പഴയ പൊസിഷനിലേക്ക് മാറിപ്പോകുന്നതാണ്. ഈ രീതിയിൽ
ഫ്ലോട്ട് നമുക്ക് ഇതിനെ ഇളക്കി മാറ്റാനായിട്ട് ഫ്ലോട്ട് ഉപയോഗിക്കുന്നു. ഡോക്കിനെ ടോപ്പിൽ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം, ബോട്ടത്തിൽ അറേഞ്ച് ചെയ്യാം, ലെഫ്റ്റിൽ അറേഞ്ച് ചെയ്യാം, റൈറ്റിൽ അറേഞ്ച് ചെയ്യാം. നമുക്ക് വേണ്ട ഡയറക്ഷനിലേക്ക് അറേഞ്ച് ചെയ്യാനായിട്ടാണ് ഡോക്ക് ഫ്ലോട്ട് ഓപ്ഷനുകൾ ഉപയോഗിക്കുന്നത്. കമാൻഡ് പാനൽ ടിക്ക് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് കമാൻഡ് പാനൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് പറയാനുള്ളത് ഗ്രിഡിനെ പറ്റിയാണ്. ഇതാണ് ഈ കാണുന്ന ലൈൻസിനെയാണ് നമ്മൾ ഗ്രിഡ് ലൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ടോപ്പിലെ ഗ്രിഡ് ലൈൻ, ഇത് ഫ്രണ്ട് വ്യൂ പോർട്ടിലെ ഗ്രിഡ് ലൈൻ, ഇത് ലെഫ്റ്റ് വ്യൂ പോർട്ടിലെ ഗ്രിഡ് ലൈൻ, ഇത് പെർസ്പെക്റ്റീവിലെ ഗ്രിഡ് ലൈൻ. ഗ്രിഡ് ലൈൻ ഓഫ് ആക്കാൻ വേണ്ടി നമ്മൾ ജിയിൽ പ്രസ് ചെയ്യുക. ഏത് വ്യൂ പോർട്ടാണോ ആക്റ്റീവ് ആയിരിക്കുന്നത് ആ വ്യൂ പോർട്ടിനകത്തുള്ള ഗ്രിഡ് ഹൈഡ് ആയി പോകും. വീണ്ടും ഗ്രിഡ് അൺഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ജി പ്രസ് ചെയ്യുക. ഞാൻ പെർസ്പെക്റ്റീവ് വ്യൂയിലേക്ക് പോകുന്നു. പെർസ്പെക്റ്റീവ് വ്യൂവിനെ മാക്സിമൈസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് ഗ്രിഡ് ലൈൻ കാണാൻ പറ്റും. ഈ ഗ്രിഡ് ലൈനിനെ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡ് ലൈൻ ഹൈഡ് ആയി പോകുന്നതായിരിക്കും. വീണ്ടും ഗ്രിഡ് ലൈൻ എടുക്കുന്നതിനായിട്ട് വീണ്ടും ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡ് ലൈൻ വീണ്ടും വരുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഗ്രിഡ് ലൈനിനെ ഹൈഡ് ചെയ്യുകയും അൺഹൈഡ് ചെയ്യുകയും ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് വ്യൂ പോർട്ട് ഞാൻ മിനിമൈസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇതിനെ നമ്മൾ പറയുന്ന പേര് വ്യൂ ക്യൂബ് എന്നാണ്.